പാളയം പുതിയ കോവിലകം പറമ്പ് സ്വദേശി ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അടുത്ത ബന്ധുവായ കുറ്റിയിൽ താഴി തെക്കിനടുത്ത് മീത്തൽ ദീപക് പിടിയിലായത്. സ്വന്തമായി വാഹനമില്ലാത്ത പ്രതി അച്ഛന്റെ വാഹനം ഉപയോഗിച്ചാണ് കൃത്യം നടത്താൻ സ്ഥലത്തെത്തിയത്. പ്രതിയുടെ വീട്ടിൽ നിന്ന് കൊല്ലപ്പെട്ട ബിജുവിന്റെ മൊബൈൽ ഫോണും ബിജുവിന്റെ സ്കൂട്ടറിന്റെ താക്കോലും പോലീസ് കണ്ടെടുത്തു. കൃത്യം നടക്കുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കത്തിച്ച നിലയിലും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയുടെ ശരീരത്തിലുണ്ടായ മുറിവുകൾ, കൊല്ലപ്പെട്ട ബിജുവുമായുണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യം, ലഭ്യമായ ശാസ്ത്രീയ തെളിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പ്രതി ദീപക്കാണെന്ന് പോലീസ് ഉറപ്പിച്ചത്. ലഹരിക്ക് അടിമയായിരുന്ന പ്രതിയെ ചികിത്സയ്ക്ക് വിധേയനാക്കാൻ ബിജു നിർബന്ധിച്ചിരുന്നു. മരണപ്പെട്ട ബിജുവും പ്രതിയും തമ്മിൽ 3 വർഷങ്ങൾക്ക് മുൻപ് അടിപിടിയുണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള വൈരാഗ്യം വർദ്ധിക്കാൻ കാരണമായതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പ്രതി കഞ്ചാവ് ഉപയോഗിച്ചതിന് നേരത്തെ കേസുണ്ടായിരുന്നു. 2 പേരെ മർദ്ദിച്ചതിന് കസബ സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ പരാതിയുമുണ്ടായിരുന്നു. അത് രക്ഷിതാക്കൾ ഇടപെട്ട് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. കഴിഞ്ഞ 19-ാം തീയതി പുലർച്ചെ 3 മണിയോടെയാണ് പാളയം ബസ് സ്റ്റാൻഡിന് പുറകിലെ വീട്ടിൽ ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കട്ടിലിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ബിജുവിനെ കണ്ട അമ്മ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കഴുത്തിലേറ്റ മുറിവുകളാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. ടൗൺ ACP KV പ്രമോദൻ, കസബ CI ജിമ്മി PJ, സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ചത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. 50-ലധികം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ വെറും 48 മണിക്കൂറിനുള്ളിലാണ് കോഴിക്കോട് കസബ പോലീസ് പ്രതിയെ പിടികൂടിയത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് ബിജുവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ 45 മുറിവുകളാണുണ്ടായിരുന്നത്. കൊലപാതകത്തിനിടെ പ്രതിയുടെ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബിജുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ച സമയത്ത് ഇയാൾ സമീപത്തുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങളും സാഹചര്യ തെളിവുകളുമാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സഹായകരമായത്. കൊലപാതകത്തിൽ ലഹരി മാഫിയയ്ക്ക് പങ്കുണ്ടെന്ന അഭ്യൂഹം പോലീസ് നേരത്തെ തന്നെ തള്ളിയിരുന്നു. എന്തായാലും പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചു. ബിജുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ച സമയത്ത് ഇയാൾ പരുങ്ങലിലായിരുന്നു. മാത്രമല്ല കൈക്കൊക്കെ പരിക്കുണ്ടായിരുന്നു. ഇത് തന്നെ പോലീസിന്റെ സംശയത്തിന് ഇട നൽകുകയായിരുന്നു. അങ്ങനെയാണ് പ്രതിയിലേക്ക് എത്തിയതും പ്രതിയെ ചോദ്യം ചെയ്തതും. ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. വെട്ടിയും കുത്തിയും അതുപോലെ തന്നെ വരഞ്ഞുമൊക്കെയാണ് പ്രതി തന്റെ പക യുവാവിനോട് തീർത്തത്. ശരീരത്തിൽ 40-ലധികം മുറിവുകളാണ് കണ്ടത്.